ആത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് നീ വാ. ഒരു പുതിയ ജീവിതത്തിലേക്ക് നീ കടന്നു വാ. അങ്ങനെ കടന്നു വന്നു കഴിയുമ്പോൾ ആത്മീയമായ ചൈതന്യം കൊണ്ട് നീതിബോധം നിനക്കുണ്ടാകും. അങ്ങനെ നീതിബോധത്തോടെ നീ ദൈവത്തിൻ്റെ അരികിലേക്ക് വന്നാൽ യെശയ്യാ പ്രവാചകൻ കണ്ടതുപോലെ, ജെറമ്യ പ്രവാചകൻ കണ്ടതുപോലെ, എസെക്കിയേൽ പ്രവാചകൻ കണ്ടതുപോലെ ദൈവത്തെ മുഖാമുഖം കാണാനുള്ള കൃപ ജോബിന് ലഭിച്ചതുപോലെ നിനക്കും ലഭിക്കും. ഇന്നലെ നീ ചെയ്തത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിന്റെ അബദ്ധസഞ്ചാരത്തിൽ ചിന്തിച്ച് ആലോചിച്ച് ജീവിച്ചതുകൊണ്ടാണ്. അത് നീ മറക്കാൻ ദൈവത്തെങ്കിലേക്ക് നോക്കുക. ഇന്ന് നിനക്ക് ദാഹിക്കുന്നവനെ കണ്ടാൽ കൊടുക്കാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? കൈവശം വിശക്കുന്നവനെ കണ്ടാൽ കൊടുക്കാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? തിരുസഭ പഠിപ്പിക്കുക, ഈ ദാഹവും വിശപ്പും തിരിച്ചറിയാൻ കഴിയണം. ഈ ഭൂമിയിൽ നീ ജീവിക്കുന്നത് സമൂഹ ജീവിയായിട്ടാണ് എന്നുള്ള തത്വം നമ്മെ പഠിപ്പിക്കുകയാണ്. നീ ജീവിക്കുന്നത് പോലെ നിന്റെ സഹോദരനും ജീവിക്കണം. നീ ആയിരിക്കുന്നത് പോലെ നിന്റെ അയൽപക്കത്തുള്ളവരും സ്നേഹബന്ധത്തിൽ ഇടപെടുന്നവരും നീ കണ്ടുമുട്ടുന്നവരുമൊക്കെ ആയിരിക്കണമെന്ന് നീ ആഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന 41 മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവം ശ്രമിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. നിനക്ക് വിശന്നാൽ നീ ഭക്ഷണം കഴിക്കും, നിനക്ക് ദാഹിച്ചാൽ നീ കുടിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ അരികിലുള്ളവർ, നിന്റെ അയൽപക്കത്തുള്ളവർ, നിന്റെ സ്നേഹ ബന്ധങ്ങളിൽ ഇടപെടുന്നവരൊക്കെ ഇപ്രകാരം വിശക്കുന്നുണ്ടെങ്കിൽ, ദാഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശപ്പും അവരുടെ ദാഹവും ശമിപ്പിക്കുന്നതിൽ നിനക്കും പങ്കുണ്ട് എന്ന് സുവിശേഷം പഠിപ്പിക്കുകയാണ്. അതെല്ലാ മേഖലകളിലും, സമൂഹത്തിലെ വിവിധ മേഖലകൾ, സമൂഹം പ്രത്യേകിച്ച് മനുഷ്യ മക്കൾ വളരെ വ്യഥ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കാരാഗൃഹത്തിലും, രോഗാവസ്ഥയിലും, പട്ടിണിയിലും, ദാരിദ്ര്യത്തിലും എല്ലാം. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ മുഖങ്ങളാണ്. അങ്ങനെ ആ മുഖങ്ങളെ കണ്ടാൽ തിരിച്ചറിയുന്ന മുഖമായി മാറാൻ, ഈശോയുടെ പ്രതിപുരുഷനായി മാറാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളെ മറക്കരുതേ എന്ന് ഇന്ന് മത്തായി ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ഏറ്റവും പരിശുദ്ധമായ തിരുവചനമായി നമ്മൾ ചിന്തിക്കേണ്ടത് 46-ാമത്തെ തിരുവചനമാണ്. നീതിയിൽ ജീവിക്കുന്നവൻ, നീതിമാനായി ജീവിക്കുന്നവന് നിത്യജീവൻ ഉറപ്പാണ്. നീതിമാനായി ജീവിക്കുന്നവന് നിത്യജീവൻ ഉറപ്പാണ്. ദാരിദ്ര്യം കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു, രോഗിയെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അലിവ് തോന്നി, പട്ടിണിയിൽ കിടക്കുന്നവരെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി, വിശപ്പുള്ളവരെ കണ്ടപ്പോൾ അവന് ദയ തോന്നി. അതുപോലെ തന്നെ ഇപ്രകാരം ദാഹിച്ചിരുന്നവനെ കണ്ടപ്പോൾ അവനോട് കൂടുതൽ അനുഭാവം തോന്നി. ഇപ്രകാരം വിവിധ മേഖലകളിൽ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുന്ന സമൂഹത്തിൽ അവൻ കണ്ടുമുട്ടുന്നതൊക്കെ അവൻ്റെ ഹൃദയത്തോടും അവൻ്റെ ദൈവാത്മ ബന്ധത്തോടും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരുമായിട്ട് സഹിഷ്ണുതയിൽ ജീവിക്കാൻ, പങ്കുവെച്ച് ജീവിക്കാൻ, പരസ്പരം സഹായിക്കുന്നവനായി ജീവിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം അവനിലെ നീതിബോധമാണ്. ഇത് മനസ്സിലാക്കുവാൻ ഇന്ന് പരിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിൻ്റെ പുസ്തകം നമ്മെ വളരെ ശക്തമായി ഉത്ബോധിപ്പിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ കാണും, ജോബ് വ്യക്തമായി പറയുകയാണ്, ഞാൻ നീതിമാനായി ജീവിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കും. എൻ്റെ ജീവിതത്തിൽ നീതിയുടെ ഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ തീർച്ചയായും ദൈവത്തോട് സംഭാഷണം നടത്തും, ഞാൻ അവിടുത്തോട് വാദിക്കും. നീതിമാന്റെ പ്രത്യേകതയാണ് ദൈവത്തോട് വാദിക്കാനുള്ള ആത്മബലം അവനുണ്ട്. ഞാൻ ഇപ്രകാരം ജീവിച്ചതായതുകൊണ്ട്, ഞാൻ ഇപ്രകാരം അവനോടൊത്ത് ജീവിച്ചതുകൊണ്ട്, അവനുമായി പങ്കുവെച്ച് ജീവിച്ചതുകൊണ്ട്, അവൻ്റെ ജീവനിൽ ഞാൻ പ്രത്യേകമായി ഇടപെട്ട് അവൻ്റെ ജീവൻ നിത്യതയിലേക്ക്, നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധം അവനെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് എനിക്ക് നിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുമെന്ന് ജോബ് പഠിപ്പിക്കുകയാണ്. ജോബ് ശക്തമായി പറയുക, അതുകൊണ്ട് ഞാൻ ദൈവത്തോട് വാദിക്കും. നിങ്ങൾ ആരെന്തു പറഞ്ഞാലും എനിക്കത് വാദിക്കാനുള്ള, ദൈവത്തോട് സംസാരിക്കാനുള്ള ആത്മബലമുണ്ട് എന്ന് പറയുക. കാരണം തിന്മ ജോബ് ചെയ്തിട്ടില്ല, തിന്മപ്പെട്ട വഴികളിലൂടെ അവൻ നടന്നിട്ടില്ല.
മറ്റുള്ളവരെ തെറ്റായ വഴിക്ക് അവൻ പറഞ്ഞു വിട്ടിട്ടില്ല. മറ്റുള്ളവർ കാണുകെ അവൻ എപ്പോഴും മാതൃകാപരമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ആത്മാവും അവൻ്റെ ചിന്തയും ആലോചനയും എല്ലാം ദൈവികമായ ഒരു നിശ്ചിതമായ ബോധ്യത്തിൽ അവൻ ഉറച്ചു നിന്നിരുന്നു. ഇത് വ്യക്തമാക്കുന്നതാണ് ഇന്ന് പൗലോസ് ശ്ലീഹ നമുക്ക് നൽകിയ ലേഖന ഭാഗം. കൊരിന്ത്യർക്ക് എഴുതി വന്ന ലേഖനത്തിൽ ഏറ്റവും മനോഹരമായ 6-ാമത്തെ അധ്യായത്തിൽ നമ്മെ ഇന്ന് കാണിച്ചു തന്നു 9 മുതൽ 11 വരെ. അതിൽ 10-11 വാക്യങ്ങൾ ജോബിൻ്റെ ചിന്തകളെ ആഴത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്നതായി തരികയാണ്. അവിടെ പറയുന്നുണ്ട് കുറേ വിഭാഗം ആളുകളെ. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ കൊരിന്ത്യസിലെ സഭയെ സംബന്ധിച്ചത് പൗലോസ് ശ്ലീഹ ചെന്ന് അവരെ മാനസാന്തരപ്പെടുത്തിയതാണ്. അവർ ജീവിതത്തിൽ കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിന്റെ ഭാഗമായി ജീവിച്ചവരായിരുന്നു. ഒന്നിനും ഉത്തരവാദിത്വ ബോധമില്ലാതെ ജീവിച്ചവരായിരുന്നു. സന്മാർഗികളായി ജീവിച്ചവരല്ലായിരുന്നു. അവരുടെ ജീവിതത്തിൽ എപ്പോഴും തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. എല്ലാ തരത്തിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരും മറ്റൊരു നിന്ന് അപഹരിച്ചെടുക്കുന്നവരും സ്വാർത്ഥമായി ജീവിക്കുന്നവരുമായിരുന്നു. തൻ്റെതായ തന്നിഷ്ടം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് വെട്ടിപ്പിടിക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ള സമൂഹത്തെ നീതിബോധമുള്ളവരാക്കാൻ പൗലോസ് ശ്ലീഹ അത്യധികം ശ്രദ്ധിച്ച് അശ്രാന്ത പരിശ്രമത്തിലൂടെ അവരെ വീണ്ടെടുത്തു. പൗലോസ് ശ്ലീഹ വ്യക്തമായി പറയുന്നു, നിങ്ങൾ അക്കൂട്ടരായിരുന്നുവെന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾ അക്കൂട്ടരായിരുന്നുവെന്ന് നിങ്ങൾ മറക്കരുത്. ഈ പറയപ്പെട്ട വിഭാഗങ്ങളിലെല്ലാം നിങ്ങൾ കർത്താവിൽ നിന്ന് അകലെയായിരുന്നു. കർത്താവിനെ അറിയാത്തവരായിരുന്നു. പാപികളായിരുന്നു. പാപത്തിൻ്റെ വഴിയിൽ നടന്നവരായിരുന്നു. അബദ്ധസഞ്ചാരത്തിൽ ഉണ്ടായിരുന്നവരായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ശക്തിയും പിതാവായ ദൈവത്തിൽ നിന്നുമുള്ള ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ നവീകരിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിച്ചു കൊള്ളുക. ജോബിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ നീതിമാനായി നീതിബോധമുള്ളവരായി ആരെല്ലാം ജീവിക്കുന്നുവോ അവരൊക്കെ നിത്യജീവന്റെ കവാടം കാണും. പറഞ്ഞതിൻ്റെ സാരം, പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാം പലപ്പോഴും വഴിതെറ്റി ജീവിതത്തിലൂടെ നടന്നിട്ടുള്ളവരാകാം. തെറ്റായ കാഴ്ചപ്പാടുകളിൽ ഊന്നി ജീവിച്ചിട്ടുള്ളവരാകാം. പലവിധ ബന്ധനങ്ങളിൽപ്പെട്ട് നമ്മൾ ഒത്തിരി അലഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ ഇന്നലെയുടെ പശ്ചാത്തലങ്ങളാണ്. ഇന്നലെയുടെ പശ്ചാത്തലമായതുകൊണ്ട് അതിൽ തന്നെ ഇന്ന് നീ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ 52-ാം അധ്യായത്തിൽ നമ്മളെ ബോധിപ്പിക്കുന്നത്, ആത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് നീ വാ, ഒരു പുതിയ ജീവിതത്തിലേക്ക് നീ കടന്നു വാ. അങ്ങനെ കടന്നു വന്നു കഴിയുമ്പോൾ ആത്മീയമായ ചൈതന്യം കൊണ്ട് നീതിബോധം നിനക്കുണ്ടാകും. അങ്ങനെ നീതിബോധത്തോടെ നീ ദൈവത്തിൻ്റെ അരികിലേക്ക് വന്നാൽ യെശയ്യാ പ്രവാചകൻ കണ്ടതുപോലെ, ജെറമ്യ പ്രവാചകൻ കണ്ടതുപോലെ, എസെക്കിയേൽ പ്രവാചകൻ കണ്ടതുപോലെ ദൈവത്തെ മുഖാമുഖം കാണാനുള്ള കൃപ ജോബിന് ലഭിച്ചതുപോലെ നിനക്കും ലഭിക്കും. ഇന്നലെ നീ ചെയ്തത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിന്റെ അബദ്ധസഞ്ചാരത്തിൽ ചിന്തിച്ച് ആലോചിച്ച് ജീവിച്ചതുകൊണ്ടാണ്. അത് നീ മറക്കാൻ ദൈവത്തിലേക്ക് നോക്കുക. ഇന്ന് നിനക്ക് ദാഹിക്കുന്നവനെ കണ്ടാൽ കൊടുക്കാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? കൈവശം വിശക്കുന്നവനെ കണ്ടാൽ കൊടുക്കാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? തിരുസഭ പഠിപ്പിക്കുക, ഈ ദാഹവും വിശപ്പും തിരിച്ചറിയാൻ കഴിയണം. ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുക മാത്രമല്ല, ജലം കൊടുത്ത് അല്ലെങ്കിൽ പാനീയങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തുക മാത്രമല്ല, കർത്താവായ യേശു മിശിഹ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്, ഇന്നിൻ്റെ ദിവസത്തിൽ നിന്റെ അരികിൽ ഏതെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും ആവശ്യമായി ആരെങ്കിലും നിന്റെ അരികിൽ വന്നാൽ അവൻ്റെ ആവശ്യം നീ കണ്ട് ആവശ്യം നിറവേറ്റുമ്പോഴാണ് അവൻ്റെ വിശപ്പടങ്ങുന്നത്. അവൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവൻ്റെ ദാഹം ശമിക്കുന്നത്. അവൻ്റെ കിടക്കയുടെ അരികിലേക്ക് അടുത്ത് ചെല്ലാൻ നിന്നെ സഹായിക്കുന്ന വിധത്തിലുള്ള എളിമയാണ് അവനെ കാരാഗ്രഹവാസത്തോട് ചേർത്ത് നിർത്തുന്നത്. അവൻ്റെ രോഗാവസ്ഥയിലേക്ക് നീ അടുത്ത് ചെല്ലുന്നത്. അങ്ങനെ ഏതെങ്കിലും ഭവനത്തിലോ ഏതെങ്കിലും വ്യക്തിയുടെ അടുത്തേക്കോ നിനക്ക് ഇപ്രകാരം ഇറങ്ങിച്ചെല്ലാൻ കർത്താവ് യേശു മിശിഹായുടെ ഈ വചനം സഹായിച്ചാൽ നീ വിശക്കുന്നവന് വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കുന്നവനാകും. ദാഹിക്കുന്നവന് നീ ദാഹം തീർക്കുന്നവനായി മാറും. അങ്ങനെ ഓരോ കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയട്ടെ. അവർ ഏത് കാരണത്താലാണ് ബുദ്ധിമുട്ടുന്നത്, വിശപ്പ് ആയി നടക്കുന്നത്? വിവാഹത്തിന് കെട്ടിച്ചേക്കാൻ പണമില്ലാഞ്ഞിട്ടും,
അതോ കടബാധ്യതയിൽ അത്യധികമായി വിഷമിച്ച് നിൽക്കുന്ന അവസരത്തിലോ, അല്ലെങ്കിൽ രോഗബാധിതനായ അതീവ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് കൊണ്ടോ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ച് ഓടി വന്ന് നിന്നോട് സ്വല്പം പൈസ ചോദിച്ചപ്പോൾ നീ കണ്ണടച്ച് മറച്ചു കളഞ്ഞ സാഹചര്യമാണോ? ഇങ്ങനെയൊന്ന് ചിന്തിക്കണം. അതൊക്കെയാണ് ഒരുവന്റെ ജീവിതത്തിലെ വിശപ്പ്. ഇതൊക്കെയാണ് ഒരുവന്റെ ജീവിതത്തിലെ ദാഹം. അതല്ലാതെ 4 നേരം മൃഷ്ടാന്നമായ ഭക്ഷണം കഴിച്ചിരിക്കുന്നതല്ല. അമ്മന്റെ ജീവിതത്തിന്റെ സ്പന്ദനം തിരിച്ചറിയാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കഴിയണം. എൻ്റെ അരികിലൂടെ വരുന്ന ആളിനെ, എൻ്റെ അടുത്തേക്ക് വരുന്ന ആളിനെ, ഇവൻ്റെ ജീവിതത്തിൽ ഇന്ന് അവൻ അനുഭവിക്കുന്ന വിശപ്പ്, ദൈവമേ, അവന് 100 രൂപ കിട്ടാനായിരിക്കും, 500 രൂപ ലഭിക്കുന്നതിനാകാം, അവൻ ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ലാഞ്ഞിട്ടാകാം, അവൻ്റെ രോഗാവസ്ഥയിൽ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ കടബാധ്യതയിൽ പലിശ അടയ്ക്കാൻ പറ്റായതുകൊണ്ടാകാം എന്നോട് അവൻ ചോദിച്ചത്. ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറയരുത്. ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറയരുത്. ഞാൻ പിന്നീട് തരാം, പിന്നീട് ഞാൻ ശ്രമിക്കാം, ഞാൻ പിന്നീട് നോക്കട്ടെ എന്ന് ഒരിക്കലും നീ പറയരുത്. നിനക്കുള്ളതിൽ നിന്ന് നീ എടുത്തു കൊടുത്തേ. നീ നാളത്തേക്ക് വേണ്ടി ഒന്നും സൂക്ഷിച്ചു വെക്കണ്ട. നാളത്തേക്ക് നീ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത് നാളെ നീ കഴിക്കണമെന്ന്, ഭക്ഷണമായി കഴിക്കണമെന്ന് ഓരോ നിർബന്ധവുമില്ല. നിന്റെ തലമുറ അത് കഴിക്കുമെന്നും നീ വിചാരിക്കണ്ട. കാരണം ഇന്നിൻ്റെ ദിവസം, ഇന്നേ ദിവസം നിന്റെ ശ്വാസത്തിൻ്റെ ദാതാവത് തിരിച്ചെടുത്താൽ നിമൃതമായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദാഹമുള്ളവന് ദാഹം കണ്ടെത്താൻ ശ്രമിക്കാം. വിശക്കുന്നവൻ്റെ വിശപ്പടക്കാൻ നമുക്ക് സാധ്യമാകുന്ന വഴിയിലൂടെ നമുക്ക് പരിശ്രമിക്കാം. കാരാഗൃഹത്തിൽ കിടക്കുന്നവനെ കണ്ടെത്താൻ നോക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്നവൻ്റെ അരികിലേക്ക് ചെല്ലാൻ ശ്രമിക്കാം. അങ്ങനെ നിത്യജീവന്റെ കവാടത്തിലേക്ക്, സ്വർഗ കവാടത്തിലേക്ക് അടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Barquimos tomengalos. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം.